എൻ്റെ പേര് അക്സിയ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ CMAയുടെ കൂടെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് BCom ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോയിട്ട് BCom ക്ലാസ്സിലൊക്കെ കയറി എങ്ങനെയാണ് BCom പഠിക്കുന്നത് അതെനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് BCom ചെയ്തത്. CMA ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഒരു സൈഡായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് പാസ്സാവണം ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മൾ ഈ കൊമേഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ടുള്ളൊരു താല്പര്യം കൊണ്ടാണ് BCom എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മളത് പഠിക്കണം. ജസ്റ്റ് ഒരു ഡിഗ്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട. കാരണം ഇത് കൊമേഴ്സ് ഫീൽഡിൽ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ ഇൻകം ടാക്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എന്ത് പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യണമെങ്കിലും അതിന് കുറച്ച് ബേസായിട്ട് തിയറി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഈ ക്യാപിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിയറി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മളെ പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ക്യാപിറ്റലിൽ വരണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോർമലി ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് എന്താണ്, ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയില്ല. ജസ്റ്റ് നമ്മൾ അവർ പറയുന്നു, നമ്മൾ ചെയ്തു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ബേസ് നമുക്കുണ്ടെങ്കിലേ നമുക്കത് ഭാവിയിൽ ഉപകാരപ്പെടുകയുള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഫോക്കസ് ചെയ്ത് പഠിക്കുക, എന്നാലേ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. തിയറിയാണ്, ഇത് എനിക്ക് ആവശ്യമില്ലല്ലോ, പിന്നെ ഞാൻ പ്രാക്ടിക്കലല്ലേ ചെയ്യുന്ന, ഏതെങ്കിലും കമ്പനി പോയാൽ അങ്ങനെ ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കും.